ഈ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. മുഴുവൻ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ്. പ്ലാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു പ്ലാന്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ച പെറ്റി കിടക്കുന്ന ഒരു ഖജനാവിൻ്റെയും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ്. റവന്യൂ, ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി എന്താ? റവന്യൂ വരവാണ്. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയപ്പോൾ കൺസ്യൂമർ പോയിന്റിൽ പോയിന്റിൽ ടാക്സ് ഉള്ള GST ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളമായിരുന്നു നമ്പർ 1 ബെനിഫിഷ്യറി ആവേണ്ടത്. 30% നികുതി വരുമാനം ഉണ്ടാകേണ്ട ഒരു സംസ്ഥാനത്ത് 10% താഴെ നികുതിയുടെ ഗ്രോത്ത് ഉള്ളൂ. അത് ആവറേജാണ്. പല സംസ്ഥാനങ്ങളും മാനുഫാക്ചറിങ് സ്റ്റേറ്റ് വരെ റവന്യൂ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം, നേരിട്ടുള്ള കടം, പ്രത്യക്ഷത്തിലുള്ള കടം, പരോക്ഷമായ കടം, ക്ഷേമനിധികളിൽ നിന്ന്, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എല്ലാം സർക്കാർ പണം കടമെടുക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ആശാവർക്കർക്ക് 1000 രൂപ കൂട്ടുക, അംഗൻവാടിക്ക് 1000 കൂട്ടുക. അവരിവിടെ സമരം ചെയ്തപ്പോൾ അവരെ പരിഹസിച്ചാണ്. ആശാവർക്കർമാരെ പരിഹസിച്ചു, അംഗൻവാടി ടീച്ചർമാരെ പരിഹസിച്ചു. ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ 1 രൂപ പോലും അത് കൂട്ടിക്കൊടുക്കില്ല. ഇപ്പം കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല, കേന്ദ്രം കൂട്ടട്ടെ എന്ന് പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണെങ്കിലും 1000 രൂപ കൂട്ടി ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. കാരണം ഇതെല്ലാം ഓർഡറായിട്ട് വരുമ്പോഴേക്കും അടുത്ത ഗവൺമെൻറ്റേ വരുള്ളൂ. 1 രൂപ കൊടുക്കേണ്ടി വരില്ല ഇവർക്ക്. ഇതെല്ലാം ഓർഡറായി, ഗവൺമെൻറ് ഓർഡറായി ബജറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അടുത്ത ഗവൺമെൻറ്റാണ്. എന്നിട്ട് 1000 രൂപ അംഗൻവാടിക്ക് കൂട്ടി, 1000 രൂപ ആശാവർക്കർക്ക് കൂട്ടി, 1000 രൂപ സാക്ഷരതാ പ്രേരകർക്ക് കൂട്ടി. അതെല്ലാത്തിൻ്റെയും സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ്. അത് വളരെ കൗശലത്തോടു കൂടി, വളരെ ബുദ്ധിപൂർവ്വം വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും കെട്ടിവെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2023-24 75% പ്ലാൻ നടപ്പാക്കിയത്. ഇപ്പം അത് 38. കഴിഞ്ഞ വർഷം 2024-25 50% പ്ലാൻ സൈസ് കട്ട് ചെയ്തു. എന്നാലോചിച്ച് ഇപ്പോൾ 38% ആയിട്ടുള്ളൂ. എങ്ങനെ വന്നാലും 50% ആവില്ല ഇതിൽ. അപ്പോൾ പ്ലാനിൻ്റെ പോലും 50% മാത്രം ചെലവാക്കുന്ന ഒരു ഗവൺമെൻറ് പിന്നെ എന്ത് വിശ്വാസ്യതയാണ് അവർക്കുള്ളത്? അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച നിരവധി പദ്ധതികൾ, അതിൽ ഒരു 75% പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല. ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ, ഇനി വരാൻ പോണത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതല്ല, അവരുടെ ഗവൺമെൻറ് ചെയ്യേണ്ടതല്ല, കഴിഞ്ഞ വർഷം ബജറ്റിൻ്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് തയ്യാറാക്കി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ അവർ തയ്യാറുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്തു തരിപ്പണമാക്കിയ കേരളത്തിൻ്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിഷയത്തിൻ്റെ ആ ഫോക്കസ് അത് ഒന്ന് എടുത്തു പറയാനേ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറിൻ്റെ ഭരണപരാജയത്തിൻ്റെ ഒരു ബെസ്റ്റ് ഡോക്യുമെൻ്റാണ് ഈ ബഡ്ജറ്റ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, അതിലും കുറേ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു, കയ്യടി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ മുഴുവൻ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തർത്ഥം പിന്നെ പോയ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം, ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രഖ്യാപനങ്ങൾക്കുള്ളത്?
50% പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയോര മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങളുള്ളിടത്ത് വലിയ പണം വെച്ചു എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങിയിട്ട് 75 കയ്യടി വാങ്ങിയിട്ട് അതിൻ്റെ 50% ചെലവഴിച്ചിട്ടില്ല. സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പോലും പണമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം വെച്ച പ്ലാനിൻ്റെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം അല്പം കൂട്ടി വെച്ച് കയ്യടി വാങ്ങിയിട്ട് എന്താ കാര്യം? മാത്രമല്ല ഇപ്പം എന്ത് പ്രഖ്യാപിച്ചാലും അതിനൊരു തെരഞ്ഞെടുപ്പ് ഡോക്യുമെൻറ്റിൻ്റെ ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾക്കും പറയാം പെൻഷൻ കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും. കാരണം ഒരു മാസം പോലും കൊടുക്കേണ്ടി വരില്ല. 5 വർഷം ആനുകൂല്യങ്ങൾ പലതും പണ്ട് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കാണുകയായിരുന്നു. സ്വാഭാവികമെന്ന പ്രതീക്ഷ പ്രതികരണം തന്നെയാണ് ഇത്. സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത സർക്കാരിന്റെ തലയിൽ വെക്കുന്ന ബജറ്റാണ്. വരാൻ പോകുന്ന സർക്കാരിന്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും കെട്ടിവെച്ച കൗശലം നിറഞ്ഞ ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 70% നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിന്റെ പെർഫോമൻസ് ഓഡിറ്റ് തയ്യാറാക്കി ഒരു ധവളപത്രം ഇറക്കാൻ തയ്യാറുണ്ടോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളി. ഈ പറയുന്ന എന്താണ് ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല, നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല, 26-27 ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും, അതാണ് കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്, ഇതിൽ മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ആ ബജറ്റിനുള്ള പ്രതികരണം പറഞ്ഞു. എന്തായാലും ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഫൈനൽ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏറെ ദീർഘസമയമെടുത്ത്, സാധാരണഗതിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ രീതിയല്ല ഒരുപാട് സമയമെടുത്ത് അവതരിപ്പിക്കുക, അത് തോമസ് ഐസക്കിന്റെ സ്വന്തം ശൈലിയാണ്, അദ്ദേഹത്തിന്റെ രീതി ആയിരുന്നില്ല. അപ്പോൾ പക്ഷേ പരമാവധി സമയമെടുത്ത് ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ, അഷ്വർഡ് പെൻഷൻ അടക്കം, ശമ്പള കമ്മീഷൻ അടക്കം, ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം അടക്കം, അങ്ങനെ കുറേയധികം ബ്ലൂ എക്കോണമി, എൽഡർലി എക്കണോമി, അങ്ങനെ പുതിയ ചില ടേംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ബജറ്റ് അവതരണത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.